വചനജായ 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 വചനജായ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒരാഴ്ചയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സന്തോഷം തീർച്ചയായിട്ടും നമുക്കറിയാം. ഈശോയുടെ ഉയർപ്പ് തിരുനാൾ നമ്മൾ ആഘോഷിച്ച സന്തോഷത്തിലായിരിക്കുകയാണ്. പാപത്തെയും മരണത്തെയും കീഴ്പ്പെടുത്തി ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് മാനവകുലത്തിന് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അതേസമയം ഈ ആഴ്ച നമ്മൾ ദുഃഖത്തിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം സമ്മാനിച്ച ദുഃഖം, ഒപ്പം തന്നെ ഈ ദിവസങ്ങളിൽ ജമ്മു കാശ്മീരിൽ ഉണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ മരണമടഞ്ഞ നമ്മളുടെ സഹോദരങ്ങളെ ഓർത്തുള്ള ദുഃഖം, ഇന്ത്യയുടെ ആത്മാവിനേറ്റ വലിയ മുറിവായിട്ട് നമ്മളതിനെ കാണുന്നു. അങ്ങനെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഞായറാഴ്ച നമ്മളെ കാത്തിരിക്കുന്നത് വലിയൊരു ആശ്വാസത്തിൻ്റെ തിരുനാളാണ്, ദൈവകരുണയുടെ തിരുനാൾ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ നന്ദിപൂർവ്വം ഓർക്കേണ്ടൊരു ദിനം കൂടെ. ഈ ഞായറാഴ്ച നമ്മൾക്ക് വിചിന്തനത്തിനായിട്ട് ലഭിച്ചിരിക്കുന്ന 3 വചനഭാഗങ്ങളും വളരെ ശ്രദ്ധേയമാണ്. ഒന്നാമത്തെ വായന അപ്പോസ്തല നടപടി 5-ാം അധ്യായത്തിലാണ്. അവിടെ നമ്മൾ കാണുന്നത് കടന്നു പോകുന്ന പത്രോസിൻ്റെ നിഴൽ വീണ് സൗഖ്യം പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന രോഗികളെയൊക്കെ കൊണ്ടുവന്ന് വഴിയരികിൽ കിടക്കയിലും കട്ടിലും കിടത്തുന്ന കാഴ്ച. രണ്ടാമത്തെ വായനയിൽ പാത്മോസ് ദ്വീപിൽ ഈശോയുടെ അപ്പോസ്തലനായ യോഹന്നാൻ സുവിശേഷകൻ വെളിപാടിൻ്റെ ഗ്രന്ഥത്തിൻ്റെ രചനയിലാണ്. 7 സഭകൾക്കുള്ള കത്തുകൾ എഴുതാനായിട്ടുള്ള ദർശനം ലഭിച്ചതിന് ശേഷം പ്രാർത്ഥനാപൂർവം യോഹന്നാൻ വെളിപാടിൻ്റെ ഗ്രന്ഥം 7 സഭകൾക്കുള്ള കത്തുകൾ എഴുതുന്നു. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ തോമസിൻ്റെ, ഈശോയുടെ അപ്പോസ്തലനായ തോമസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. സുപരിചിതമായിട്ടുള്ള വചനഭാഗങ്ങളാണിത് 3. ഈശോയുടെ 3 അപ്പോസ്തലന്മാരുടെ കണ്ണുകളിലൂടെ ഈ 3 വായനകളെയും നമുക്ക് വിശകലനം ചെയ്യാം. ഒന്നാമത്തെ വായനയിൽ ഈശോയുടെ അപ്പോസ്തലനായ പത്രോസും, രണ്ടാമത്തെ വായനയിൽ അപ്പോസ്തലനായ യോഹന്നാനും, മൂന്നാമത്തെ വായനയിൽ അപ്പോസ്തലനായ തോമസും. ഉദ്ധിതനായ ഈശോയെ കണ്ടുമുട്ടിയതിന് ശേഷം ഇവർക്കുണ്ടായ വലിയ മാറ്റങ്ങളാണ് ഈ 3 വായനകളിലും നമ്മൾ വായിച്ചെടുക്കുന്നത്, ധ്യാനിച്ചെടുക്കുന്നത്. പ്രധാന പ്രമേയം മറ്റൊന്നുമല്ല, ഉദ്ധിതനായ ഈശോയുടെ നിഴലായിട്ട് മാറുക. അതാണ് ക്രൈസ്തവൻ്റെ വിളി, ക്രിസ്തു ശിഷ്യൻ്റെ വിളി അതാണ്. ഒന്നാമത്തെ വായനയിൽ വ്യക്തമായിട്ട് കാണുന്നത് അതാണ്. ഉദ്ധിതനായ ഈശോയെ അനുഭവിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നടന്നു നീങ്ങുന്ന പത്രോസിൻ്റെ നിഴൽ വീഴാനായിട്ട് അവർ ആഗ്രഹിച്ചെന്നാണ് പറയുന്നത്. ആ നിഴൽ കണ്ടാൽ മതി, ആ നിഴലിലൂടെ ഒന്ന് നടന്നാൽ മതി, ഞങ്ങൾ സൗഖ്യം പ്രാപിക്കുമെന്നുള്ളവരുടെ വിശ്വാസം. അത് പത്രോസിൻ്റെ നിഴലല്ല, ഉദ്ധിതനായ ക്രിസ്തു പത്രോസിൽ പ്രകാശിച്ചു തുടങ്ങുമ്പോൾ രൂപപ്പെടുന്നൊരു നിഴലാണ്. ആ നിഴലിന് പല അർത്ഥങ്ങളുണ്ട്. അത് സാക്ഷ്യത്തിൻ്റെ നിഴലാണ്, ദൈവകരുണയുടെ നിഴലാണ്, അത് സൗഖ്യത്തിൻ്റെ നിഴലാണ്. അതാണ് പത്രോസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. പത്രോസിൻ്റെ നിഴലേറ്റ ഒത്തിരി വ്യക്തികൾ സൗഖ്യപ്പെട്ടു. ദൈവകരുണയുടെ വലിയ അടയാളമായിട്ട് പത്രോസ് മാറുകയാണ്, തൻ്റെ ജീവിതത്തിലൂടെ സാക്ഷ്യം കൊടുത്തുകൊണ്ട്. രണ്ടാം വായനയിൽ യോഹന്നാൻ സുവിശേഷകൻ വെളിപാടിൻ്റെ ഗ്രന്ഥം എഴുതി തുടങ്ങുമ്പോൾ, യോഹന്നാന് കിട്ടുന്ന ആ വലിയ ദർശനത്തിലൂടെ അദ്ദേഹം എഴുതുമ്പോൾ 7 സഭകളെയും ശാസിക്കുന്നുണ്ട്,
ഒപ്പം തന്നെ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട്, ക്രിസ്തീയ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുവാനായിട്ട്, മതപീഡനമുണ്ടാകുന്ന സമയത്ത് ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കാതെ ഉറച്ചു നിൽക്കുവാനായിട്ട് യോഹന്നാൻ 7 സഭകളെയും എഴുതി അവരെ അറിയിക്കുകയാണ്. യോഹന്നാനും ദൈവകരുണയുടെ വലിയ ഉപകരണമായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം എഴുത്തിലൂടെ. വെളിപാടിൻ്റെ ഗ്രന്ഥം ധ്യാനിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നതും അതുതന്നെയാണ്. നിനക്കുണ്ടായിരുന്ന ആദ്യ സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്നതും ഈ ഗ്രന്ഥത്തിലാണ്. നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല, മന്നോഷണമുള്ളവെന്ന് പറയുന്നതും ഈ ഗ്രന്ഥത്തിലാണ്. അപ്പോൾ യോഹന്നാനും ദൈവകരുണയുടെ നിഴലായിട്ട് എഴുത്തിലൂടെ മാറുകയാണ്. മൂന്നാമത് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ സുപരിചിതമായ സുവിശേഷ ഭാഗം, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പ്രഘോഷിക്കുന്ന തോമാസ് ലീഹ. ഈ സുവിശേഷ ഭാഗം നമ്മൾ ധ്യാനിക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് തോമസ് ഈശോയുടെ ഉത്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവകരുണയുടെ വക്താവായിട്ട് മാറുകയാണ്. പിന്നീട് പല ദേശങ്ങളിലും പോയി അദ്ദേഹം പ്രഘോഷിച്ച് ദൈവകരുണയുടെ നിഴലായിട്ട് മാറുന്നു. ഉയർപ്പ് ഞായർ കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഞായറാഴ്ച നമ്മൾ ഈ വചനഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ ദൈവകരുണയുടെയും ദൈവസ്നേഹത്തിൻ്റെയും ഒക്കെ നിഴലായിട്ട് അപ്പോസ്തലന്മാർ മാറിയതുപോലെ ക്രൈസ്തവ സഭ മാറണമെന്നുള്ള വലിയ ആഹ്വാനം നമ്മൾ സ്വീകരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് ഈ ദിനങ്ങളിലുണ്ടായ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. ഒത്തിരി വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വലിയ ആഹ്വാനങ്ങളുടെ അവസാനം തീവ്രവാദി ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടവരുടെ കണ്ണുനീർ വീഴുമ്പോൾ, അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉറ്റവരെയും ഉടയവരെയുമൊക്കെ നഷ്ടപ്പെട്ട് സ്വന്തം ജീവൻ തന്നെ ത്യജിക്കേണ്ടി വരുന്ന ഒത്തിരി വ്യക്തികൾ. അപ്പോൾ വേദനയുടെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ പ്രാവശ്യം ഈശോയുടെ ഉത്ഥാനവും തുടർന്നുള്ള ദിനങ്ങളുമൊക്കെ ആചരിക്കുന്നത്. അപ്പോൾ എന്തായിട്ട് നമ്മൾ മാറണം? ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു വചനം ഞാൻ വീണ്ടും ഓർക്കുകയാണ്. മാർപ്പാപ്പ പറഞ്ഞത് എങ്ങനെയാണ്? ദ ചർച്ച് ഈസ് എ ഹിസ്റ്ററി ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ ഒരു ചരിത്രമാണ്, സ്നേഹത്തിൻ്റെ ഒരു പാരമ്പര്യമാണ് സഭ. അത് നമ്മൾ തുടരേണ്ടിയിരിക്കുന്നു. അതാണ് പത്രോസിലൂടെ 1-ാം വായനയിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ദൈവകരുണ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ കരുണാമയനായിട്ടുള്ള ഈശോയിലേക്ക്, ഉദ്ധിതനായ ഈശോയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അവൻ്റെ വെളിച്ചം നമ്മളുടെ ഹൃദയത്തെയും മനസ്സിനെയും സ്പർശിക്കും. പിന്നെ നമ്മൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറും. അതുകൊണ്ടാണല്ലോ പൗലോസ് ശക്തമായ വ്യക്തമായ ഭാഷയോടെ പറയുന്നത്, ഞാനല്ല ഇനി എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ആൾത്തർ ക്രിസ്തുസ്, മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുക, ദൈവകരുണയുടെ വലിയ അടയാളമായിട്ട് മാറുക, നിഴലായിട്ട് മാറുക. ദൈവകരുണയുടെ നിഴലായിട്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഒരു കവി പറഞ്ഞൊരു വരിയും ഞാൻ ഓർക്കുകയാണ്. ഒരു കാക്കക്കാലിൻ്റെ തണൽ പോലും ഇല്ലാത്തൊരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നു. ഒരു കാക്കക്കാലെന്ന് പറയുന്നത് ചെറിയ കാലാണ്, അതിൻ്റെ ഒരു തണൽ പോലും ഇല്ലെന്ന് പറയുമ്പോൾ അത്രമാത്രം ചൂടാണ്. കവി ഉദ്ദേശിക്കുന്നത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും ഒക്കെ കനലുകളിങ്ങനെ എരിയുമ്പോൾ ഒരു കാക്കക്കാലിൻ്റെ തണലിന് വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാകാം. അവിടെയാണ് യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രസക്തി. അവിടെയാണ് പത്രോസിൻ്റെ നിഴൽ വീണ് സൗഖ്യം പ്രാപിച്ച ഒത്തിരി വ്യക്തികളെ നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മളുടെ ഈ കാലഘട്ടത്തിലും ക്രിസ്തുവിൻ്റെ നിഴലായിട്ട് നമുക്ക് മാറാം, ഉദ്ധിതൻ്റെ നിഴലായിട്ട് നമുക്ക് മാറാം, കരുണയുടെ ഒരു സംസ്കാരം നമുക്ക് പടുതുയർത്താം. അവിടെ ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണവും നടക്കും, ഏറ്റവും വലിയ സൗഖ്യവും ഉണ്ടാവും. കർത്താവായ യേശു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനജായ 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 വചനജായ